ശ്രീ ചന്ദ്രൻപിള്ള, എന്തെല്ലാം വീഴ്ചകളാണ് ഇന്നലെ നടന്ന ആ മെഗാ ഇവന്റിൽ, ആ നൃത്ത പരിപാടിയിൽ സംഭവിച്ചിരിക്കുന്നത്? GCDA എന്തെല്ലാം വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? മൃദംഗ വിഷയം എന്ന് പറയുന്ന ഒരു സംഘടന ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്തി കിട്ടുന്ന ബൃഹത്തായ ഒരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. 12,000-ഓളം കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. രാജ്യത്തിന് പുറത്തു നിന്നും കേരളത്തിന് പുറത്തുള്ള മറ്റ് 7ഓളം സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു. ഇങ്ങനൊരു പരിപാടിക്ക് അംഗീകാരം ആവശ്യപ്പെട്ട് അവർ അതോറിറ്റിയിൽ വന്ന് അപേക്ഷ സമർപ്പിച്ചു. അത് ഞങ്ങൾ പരിശോധിക്കുകയും നമ്മളുടെ ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇപ്പോൾ ഫുട്ബോളിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ടർഫ് രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടർഫാണ്. അതുകൊണ്ട് ടർഫിന് ദോഷം വരുന്ന വിധത്തിൽ പരിപാടികൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവരൊരു പുതിയ ടെക്നോളജിയുടെ നിർദ്ദേശം വെച്ചു. ഒരു ട്രാൻസ്പെറൻറ്റ് ടൈല്, സൂര്യപ്രകാശം കടന്നു പോകുന്നത് ഉപയോഗിച്ച് ടർഫിന് ദോഷം വരാത്ത വിധത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിൽ തന്നെ വിവിധ നഗരങ്ങളിലും ചെയ്യുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് അതാലോചിക്കാൻ ഞങ്ങൾ പറഞ്ഞു. അതിന് 10-21 ലക്ഷം രൂപയുടെ ചിലവ് വരും. ടൈൽ കൊണ്ടുവന്ന് ലേ ചെയ്യുക, എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ചെടുക്കുക, അതാണ്. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ ടർഫിൽ കയറുന്നില്ല, ടർഫിന് പുറത്തുള്ള പെരിഫറിയിൽ മാത്രം കുട്ടികൾ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിൽ അവരുടെ അപേക്ഷ ഞങ്ങൾ പരിഗണിക്കുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അംഗീകാരം കൊടുക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട നടപടിക്രമങ്ങളും സുരക്ഷാ ഘടകങ്ങളും വ്യക്തമാക്കുന്ന 4 പേജുകളുടെ കരാർ അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും സംവിധാനങ്ങൾ ആരെങ്കിലുമായി എൻഗേജ് ചെയ്യുമ്പോൾ കരാറുണ്ടാക്കും. അതൊരു സ്ട്രക്ചേർഡ് കരാറാണ്. ആ കരാറിൽ എല്ലാ സുരക്ഷാ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശ്രീ ചന്ദ്രൻപിള്ള, ഇന്നലത്തെ അപകടത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇന്നലത്തെ അപകടത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? ആണല്ലോ, സംഘാടകർ ചെയ്യേണ്ടത് എന്താണെന്ന് ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട്. പിന്നെ സംശയിക്കേണ്ട കാര്യം എന്താ അതിനകത്തുള്ളത്? അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് ഭാവിയിലേക്ക് ഇതൊരു പാഠമാണ്. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ ഇന്നലെ 60,000-ലധികം ആളുകളാണ് ഇവിടെ വന്നു പോയത്. നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും ഫുൾ ബുക്ക്ഡായിരുന്നു. വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്ത് പോയി. വലിയൊരു സാമ്പത്തിക ആക്ടിവിറ്റി വളരെ നന്നായി നടക്കേണ്ട ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നു. അതിൻ്റെ കാരണങ്ങൾക്ക് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നടപടികളല്ലാതെ ഇത്തരം പരിപാടികൾക്കെതിരായ ഒരു ചർച്ച ചെയ്യേണ്ടത് പോകുന്നത് തെറ്റായിരിക്കും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്തൊരു പബ്ലിക് പെർഫോമിംഗ് റൈറ്റ്, അതായത് PPR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ GCDA സ്ഥലം അനുവദിക്കുന്നു. അതിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നൊരു നിർദ്ദേശം നിങ്ങൾ കരാറിൽ വെക്കുന്നു. പക്ഷെ അപ്പോഴും PPR രജിസ്ട്രേഷൻ വേണമല്ലോ. അത് നടത്തിയിരുന്നോ ഈ സംഘടന? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഏത് പബ്ലിക് പെർഫോമൻസ് നടത്തുകയാണെങ്കിലും ഈ പബ്ലിക് പെർഫോമൻസ് റൈറ്റ് എന്ന് പറയുന്ന PPR രജിസ്ട്രേഷൻ ആവശ്യമല്ലേ? അത് നടത്തിയിരുന്നോ ഈ മൃദംഗ വിഷൻ? ഞങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുന്ന കരാറാണ് ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പത്രക്കുറിപ്പിനകത്തുണ്ട്. അതൊക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. GCDA മാത്രമല്ല ഇതിൻ്റെ അവസാനത്തെ അതോറിറ്റി. ഇവിടെ ഒരുപാട് മറ്റ് ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, പോലീസുണ്ട്, ഫയർ സർവീസസ് ഉണ്ട്. ശരി.